ഹലോ എവരി വൺ വെൽക്കം ടു മൈ ന്യൂ ക്ലാസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർട്ടിഫൈഡ് സോക്ക് അനലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ റണ്ണിങ് സോക്ക്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്, അതായത് ഓൾവേസ് യൂസ് റിയൽ ടൈം സെക്യൂരിറ്റി ഡാഷ്ബോർഡ്സ്. അപ്പോൾ ഇത്രയും വരുന്ന ഒരു 13 പോയിന്റ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓരോ പോയിന്റും എങ്ങനെയാണ്, അതായത് ഒരു സോക്ക് റൺ ചെയ്യാനുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ അടക്കം ഞാനൊരു PPT-യിൽ പോയിന്റ്സ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ലൈഡ് വരുന്നത്, ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ റണ്ണിങ് എ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. അപ്പോൾ അതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് യൂസ് റിയൽ ടൈം സെക്യൂരിറ്റി ഡാഷ്ബോർഡ്സ് ഫോർ റിസീവിങ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് റോഡിലെല്ലാം ഒരു ട്രാഫിക് കൺട്രോൾ സെന്റർ മോണിറ്ററിങ് റോഡ് കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു അലേർട്ട് ജനറേറ്റ് ചെയ്യും. നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു അലാം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് സോക്ക് ഡാഷ്ബോർഡ്സിലും ഒരു സെക്യൂരിറ്റി റിയൽ ടൈം ആയിട്ടുള്ള സെക്യൂരിറ്റി അലേർട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അലാമൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്, അല്ലെങ്കിൽ സീം ടൂൾ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതായത് എന്തെങ്കിലും അലേർട്ട്, സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് ക്രിട്ടിക്കൽ അലേർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സീം ടൂൾ. സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇൻഫോർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ടൂൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ സെയിം ടൂൾസ് ആയിട്ട് കുറച്ചധികം ടൂൾസ് ഉണ്ട്. സ്പ്ലങ്ക് യൂസ് ചെയ്യാം, IBM QRadar, ArcSight, ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഈ സെക്യൂരിറ്റി ത്രെഡ്സിനെ ട്രാക്ക് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും അതിനെ മിനിമൈസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് യൂസ് എ റിയൽ ടൈം സെക്യൂരിറ്റി ഡാഷ്ബോർഡ്. അപ്പൊ റിയൽ ടൈം സെക്യൂരിറ്റി ഡാഷ്ബോർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിനെയാണ് സീം ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ സീം ടൂൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സ്പ്ലങ്ക്, IBM QRadar, ArcSight. ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ അലേർട്ട് ജനറേഷൻ ഉണ്ടാവും. ഇനി അടുത്തത് വരുന്നതാണ്, അടുത്ത പോയിന്റ് ആണ് യൂസ് വെൽ ഡിഫൈൻഡ് ഇൻസിഡന്റ് റെസ്പോൺസ് പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇതെങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തീ പിടിക്കുകയാണെങ്കിൽ അവിടെ ഫയർ ഫൈറ്റേഴ്സ് വന്ന് അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇവാക്യുവേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ പ്രൊസീജിയർ ആണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ തീ എന്ന് പറയുന്നതാണ് ഇതിൽ അലേർട്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോക്ക് ടീമും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു IRP എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ. ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത്, അതാണ് ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫയർ ഉണ്ടാവുന്ന കേസിൽ ഇവാക്യുവേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ പ്രൊസീജിയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആണുള്ളത്. അതായത് ഡിറ്റക്ട്, കണ്ടെയ്ൻമെന്റ്, ഇറാഡിക്കേറ്റ്, റിക്കവർ ആൻഡ് ലേൺ. അപ്പൊ ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുക. ത്രെറ്റ് ഇപ്പോൾ ഒരു അൺനെസസറി ലോഗിൻ അറ്റംപ്റ്റ്സ് ആണെങ്കിൽ അതാണ് നമ്മുടെ ത്രെറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ ലോഗിൻ അറ്റംപ്റ്റ് ചെയ്ത് അത് നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ അതിനെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഒരു യൂസർ അക്കൗണ്ട് ആണ് ഇപ്പോൾ ആക്സസ് ചെയ്തെങ്കിൽ അത് നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ് ആക്കി വെക്കുക, അതാണ് കണ്ടെയ്ൻമെന്റ്. ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ബാക്കി എല്ലാ സിസ്റ്റംസും ചെക്ക് ചെയ്തിട്ട് അതിലൊന്നും ഇഷ്യൂസ് ഇല്ല, അത് കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്തു എന്നത് എൻഷുർ ചെയ്യുന്നതാണ് ഈ ഇറാഡിക്കേറ്റ് എന്ന് പറയുന്നത്. റിക്കവർ എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാം, ബാക്കപ്പ് ചെയ്യാം. നമ്മുടെ ബാക്കി എല്ലാ ഡിവൈസസും നമ്മുടെ ഡാറ്റേഴ്സും ഒക്കെ ക്രെഡൻഷ്യൽസും ഒക്കെ സേഫ് ആണോ എന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ ബാക്കപ്പ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അത് റീസ്റ്റോർ ചെയ്യുന്നതാണ് റിക്കവർ എന്ന് പറയുന്നത്. ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായാൽ ഒരു ഫിഷിംഗ് അറ്റാക്കോ അല്ലെങ്കിൽ ലോഗിൻ അറ്റംപ്റ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തൊക്കെ പ്രൊസീജിയർ ആണ്, എന്ത് ആക്ഷൻ ആണ്, സഡൻ ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് നമുക്ക് എംപ്ലോയീസിന് കൊടുക്കാം. അതാണ് ലേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുള്ളതാണ് ഈ ഒരു യൂസ് വെൽ ഡിഫൈൻഡ് ഇൻസിഡന്റ് റെസ്പോൺസ് പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് യൂസ് ക്രിട്ടിക്കൽ സെക്യൂരിറ്റി അലേർട്ട് ടു റിസീവ് നോട്ടിഫിക്കേഷൻ 24/7. 24 മണിക്കൂറും ഇതിന്റെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സെക്യൂരിറ്റി അലേർട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ബാങ്കിന്റെ കേസാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ പല ലൊക്കേഷനിൽ നിന്നാണ് വലിയ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബാങ്കിലൊക്കെ ആണെങ്കിൽ ബാങ്ക് വെബ്സൈറ്റിന്റെ കൂടെ ഒരു ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി ഫ്ലാഗ് ചെയ്യും, അലേർട്ട് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇപ്പൊ ഒരു കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്നാണെങ്കിൽ ഇപ്പൊ അടുത്ത ജർമ്മനിയിൽ അടുത്ത ഒരു ലൊക്കേഷനിലാണ് ഇത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോ അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, ഓട്ടോമാറ്റിക്കലി ഫ്രോഡ് സിസ്റ്റം ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യും. സിമിലർലി ഈ സോക്ക് സിസ്റ്റം ഇതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അലേർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ലോഗിൻ അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ മാൽവെയർ ഡിറ്റക്ഷൻ, അൺഓതറൈസ്ഡ് ആക്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ള സെക്യൂരിറ്റി ത്രെറ്റ്സ് വരുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ അലേർട്ട് ഈ സോക്ക് സിസ്റ്റം റിസീവ് ചെയ്യും. അപ്പൊ ഈ അലേർട്ടിംഗ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു ഇമെയിലേക്കോ SMS-ലേക്കോ ഒക്കെ വരുന്ന വിധത്തിലായിട്ട് ഓട്ടോമേറ്റഡ് അലയമായിട്ടായിരിക്കും ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് പോയിന്റ് ആണ് യൂസ് ക്രിട്ടിക്കൽ സെക്യൂരിറ്റി അലേർട്ട്സ് ടു റിസീവ് നോട്ടിഫിക്കേഷൻ. ഇനി ഫോർത്ത് പോയിന്റ് വരുന്നത് ഡെവലപ്പ് എ റിസ്ക് അവെയർ എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസും അതുപോലെ മാനേജ്മെന്റും ഈ സൈബർ സെക്യൂരിറ്റി റിസ്കിനെ പറ്റി നല്ലോണം അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനി എംപ്ലോയീസിന് ഫിഷിംഗ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഫിഷിംഗ് അറ്റാക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫിഷിംഗ് അറ്റാക്ക് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതിന്റെ സഡൻ ആക്ഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ഒരു ട്രെയിനിങ് ഒരു കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ ഒരു സസ്പീഷ്യസ് ഇമെയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ലോഗിൻ ഇപ്പൊ കമ്പനിയുടെ ഇന്റർഫേസ് പോലെ തന്നെയോ സിമിലർ ആയിട്ടുള്ള ഒരു ഇന്റർഫേസിൽ കൂടെ ഒരു ആൾക്ക് ഇപ്പോൾ സസ്പീഷ്യസ് മെയിൽ വന്നു. അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് എന്നിട്ട് ചോദിക്കുകയാണ് ലോഗിൻ ക്രെഡൻഷ്യൽസ് എൻറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഫിഷിംഗ് അറ്റാക്കിനെ പറ്റിയ ഒരു ട്രെയിനിങ് എംപ്ലോയിക്ക് കിട്ടിയിരുന്നതുകൊണ്ട് ഇത് സഡൻ ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ അല്ലാതെ ഇയാള് വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യും, സോക്ക് ടീമിനോട് റിപ്പോർട്ട് ചെയ്യും. അതായത് ഇതിൽ മലീഷ്യസ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ഇവർക്ക് ഒരു അവയർനെസ് ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് കൂടുതൽ, അല്ലെ അറിയാത്ത ഒരാളാണെങ്കിൽ എന്തായാലും അത് നമുക്ക് കമ്പനിയുടെ അകത്തുള്ള ക്രെഡൻഷ്യൽ അല്ലേ ചോദിക്കുന്നെന്ന് കരുതി ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡൻഷ്യൽസും നമ്മുടെ ആ ഒരു കമ്പനിയുടെ യൂസർ അക്കൗണ്ടിന്റെ ആക്സസും കിട്ടും. അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഒരു റിസ്ക് അവെയർ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് എംപ്ലോയീസിന് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ അവർക്ക് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി അവയർനെസ് പ്രോഗ്രാം എംപ്ലോയീസിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു കമ്പനിയുടെ അകത്ത് ഏതൊക്കെ ടൈപ്പിലുള്ള സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ സൈബർ റിസ്ക് ആണ് ഫേസ് ചെയ്യേണ്ടി വരിക എന്നതിനെ പറ്റിയിട്ട് അവർക്ക് ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സഡൻ ആക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തത് യൂസ് സെക്യൂരിറ്റി ഇന്റലിജൻസ് ടു മാനേജ് സെക്യൂരിറ്റി ഇൻസിഡൻസ്. അതായത് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരു സോക്ക് ടീം അല്ലെങ്കിൽ സോക്കിനെ അറിയാം ഇപ്പോ ഗ്ലോബലി ഏതൊക്കെ ടൈപ്പിലുള്ള സൈബർ അറ്റാക്ക് ട്രെൻഡ്സ് ആണ് ഉള്ളത്. അങ്ങനത്തെ ട്രെൻഡ്, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സൈബർ അറ്റാക്കിന്റെ രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ഗ്ലോബൽ സൈബർ അറ്റാക്കിന്റെ ട്രെൻഡ്സ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത് സോക്ക് ട്രാക്ക് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ റാൻസം വെയർ അറ്റാക്ക് ആണ് ഇപ്പോൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക്. അത് ഈ റാൻസം വെയർ അറ്റാക്ക് എല്ലാം ഫിനാൻസ് കമ്പനീനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ബാങ്ക് പോലെയുള്ള ഫിനാൻസ് കമ്പനീനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ
ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് മുമ്പ് എന്ത് ചെയ്യും? ഈ ഡാറ്റ, അതായത് ഈ ബാങ്ക് അല്ലേ ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നത്, അപ്പൊ അവരെല്ലാം അവരുടെ ഡാറ്റ ബാക്കപ്സ് ഒക്കെ സ്ട്രോങ് ആക്കി വെക്കും. മാത്രമല്ല എൻഡ് പോയിന്റ് പ്രൊട്ടക്ഷൻ, പിന്നെ ഈ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫസ്റ്റ് അവര് ഇപ്പൊ ഒരു കമ്പനിയുടെ അകത്തുണ്ടാകുന്ന, ഒരു ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ അകത്തുണ്ടാകുന്ന അറ്റാക്കിനെ പറ്റി ഓൾറെഡി ഈ സോക്ക് ടീം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ ഡാറ്റ ബാക്കപ്പും എൻഡ് പോയിന്റ് പ്രൊട്ടക്ഷനും ഒക്കെ സെക്യൂർഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഒരു എന്താണ് റാൻസം വെയർ അറ്റാക്ക് ഉണ്ടായാൽ കൂടെ അവർക്ക് റാൻസം മണി പേ ചെയ്യേണ്ടി വരില്ല. കാരണം ഇവരത് ഓൾറെഡി ഇങ്ങനെ ഒരു അറ്റാക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവര് ബാക്കപ്പ് നല്ല സ്ട്രോങ് ആക്കി വെക്കും. അതുകൊണ്ട് ഈ ഒരു അറ്റാക്ക് അവരെ അത്ര രീതിയിൽ എഫക്ട് ചെയ്യില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രെറ്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം, TIPs എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. IBM എക്സ്പോസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ FireEye, റെക്കോർഡഡ് ഫ്യൂച്ചർ, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ത്രെറ്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് പ്രൊട്ടക്ട് മൊബൈൽ ആൻഡ് സോഷ്യൽ വർക്ക് സ്പേസസ്. അപ്പൊ എംപ്ലോയീസ് കോർപ്പറേറ്റ് ഡാറ്റ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ മൊബൈൽ ഡിവൈസസും വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് കമ്പനിയുടെ യൂസ് ചെയ്യുന്ന അതേ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ യൂസർ ക്രെഡൻഷ്യൽസ് എല്ലാം വേണമെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് മൊബൈലിൽ നിന്നും വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. പക്ഷെ മിക്കവാറും കമ്പനീസ് അതിനകത്ത് തന്നെ ലിമിറ്റഡ് ആക്സസിലായിരിക്കും ഇതിന്റെ ആക്സസിബിലിറ്റി കൊടുക്കുന്നത്. കാരണം ഈ ഡാറ്റയുടെ സെക്യൂരിറ്റി കൺസിഡർ ചെയ്തിട്ട് ഇപ്പൊ ഒരു എംപ്ലോയി അർജന്റ് ആയിട്ട് അയാളുടെ കമ്പനി ഇമെയില് ഒരു എന്താ പബ്ലിക് വൈഫൈന്ന് വെച്ചിട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? അതിന് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡൻഷ്യൽസ് എന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സമയത്ത് ഈ ഒരു കഫേ വൈഫൈ യൂസ് ചെയ്തിട്ടാണ് ഈ എംപ്ലോയി കമ്പനി ഇമെയിൽ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഹാക്കേഴ്സിന് ഈ കണക്ഷൻ ഇന്റർസെക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല അവരുടെ ക്രെഡൻഷ്യൽസ് സ്റ്റീൽ ചെയ്യും. അപ്പോൾ ഈ സോക്ക് ആണ് ഒരു VPN അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഒക്കെ കൂടുതലായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രീച്ച് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ചെയ്താലും അതിനകത്ത് ഒരു VPN യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ MFA കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇയാൾ ഒരു പബ്ലിക് വൈഫൈ യൂസ് ചെയ്താലും ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു VPN അല്ലെങ്കിൽ MFA യൂസ് ചെയ്തിട്ടാണ് ഇയാള് ഇതിനകത്ത് ആക്സസ് എടുക്കുന്നെങ്കിൽ ഒരിക്കലും VPN യൂസ് ചെയ്ത വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്, അതിനകത്തോട്ട് അറ്റാക്കറിന് ആക്സസ് കിട്ടില്ല. അതുപോലെ MFA നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അറ്റാക്കർ അത് ആക്സസ് ചെയ്യുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൊബൈലും സോഷ്യൽ വർക്ക് സ്പേസസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെയിൻ മെത്തേഡ് എന്ന് പറയുന്നതാണ് MFA കൊടുക്കുക. എൻഫോഴ്സ് MFA ഫോർ മൊബൈൽ ലോഗിൻസ്. കമ്പനിയുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിലും MFA സ്ട്രോങ് ആക്കി വെക്കുക. അതുപോലെ യൂസ് മൊബൈൽ ഡിവൈസ് മാനേജ്മെന്റ് ടൂൾസ്. ഈ കോർപ്പറേറ്റ് ഡിവൈസസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഡിവൈസ് മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോക്ക് ഷുഡ് റിസീവ് ലോഗ് ആൻഡ് സെക്യൂരിറ്റി ഇവന്റ്സ് ഫ്രം ഓൾ ഡിവൈസസ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹാക്കർ ഒരു ഫയർവാൾ ബൈപ്പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു കമ്പനിയുടെ ഫയർവാൾ തന്നെ ബൈപ്പാസ് ചെയ്തു, എന്നിട്ട് കമ്പനിയുടെ ഡാറ്റാബേസിന്റെ ആക്സസും കിട്ടി. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതിന്റെ സോക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു സോക്ക് നമ്മളിപ്പോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. കമ്പനിയുടെ അകത്ത് സോക്ക് ഉണ്ട്. അപ്പൊ ഈ സോക്ക് യൂസ് ചെയ്തിട്ട് ലോഗിൻസ് എല്ലാം ലോഗ്സ് കളക്ട് ചെയ്യും. ഫയർവാൾ ആണെങ്കിലും റൗട്ടേഴ്സ്, നെറ്റ്ഫ്ലോ, IPS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് തുടങ്ങിയ എല്ലാത്തിനും ഈ ഒരു ഫയർവാൾ ലോഗ് കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു എന്താണ് ഒരു അറ്റാക്കർ ഇതിനെ ബൈപാസ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ കമ്പനിയുടെ ഡാറ്റാബേസിന്റെ ആക്സസ് കിട്ടിയിട്ടുണ്ടെന്നും ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനത്തെ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോഗിൻ ടൂൾസ് ആണ് ELK സ്റ്റാക്ക്, അതുപോലെ ലോഗ് സ്റ്റാഷ്, കിബാന, ഇലാസ്റ്റിക് സെർച്ച് എന്നൊക്കെ പറയുന്ന ലോഗിൻ ടൂൾസ്. സെൻട്രലൈസ്ഡ് ലോഗിൻ ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 7th പോയിന്റ് ആണ് സോക്ക് ഷുഡ് യൂസ് ലോഗ് ആൻഡ് സെക്യൂരിറ്റി ഇവന്റ്സ് ഫ്രം ഓൾ ഡിവൈസസ്. അടുത്ത പോയിന്റ് വരുന്നത് പ്രൊട്ടക്ട് സർവീസസ് ബൈ ഡിസൈൻ.
അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒരു ഡെവലപ്പർ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. പക്ഷെ അയാൾ അതില് കസ്റ്റമറിന്റെ പേയ്മെന്റ് ഡാറ്റ, അതായത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആകുമ്പോൾ അതിൽ പേയ്മെന്റിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഇല്ലേ? നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പൊ ഇതില് കസ്റ്റമർ പേയ്മെന്റ് ഡാറ്റ എന്ന് പറയുന്നത് ഈ ഡെവലപ്പർ മറന്നുപോയി, അതിനെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോമിലാക്കാനായിട്ട് വിട്ടുപോയി ആ ഡിസൈനിന്റെ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ ഹാക്കർ കയറുകയാണെങ്കിൽ അവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് പ്ലെയിൻ ടെക്സ്റ്റിലാണ്. അപ്പൊ ഈസിലി അവർക്ക് സ്റ്റീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെക്യൂർഡ് ബൈ ഡിസൈൻ, അതായത് ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്താണ് ഇയാൾ ഒരു സെക്യൂരിറ്റിയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായാലും അത് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള കോഡായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ സർവീസസ്, അതായത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അവയർനെസ് ആയിരിക്കണം ഈ ഡെവലപ്പേഴ്സ്, എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഹാക്കിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ ഡാറ്റയൊക്കെ എപ്പോഴും എൻക്രിപ്റ്റഡ് ആയി വെക്കാനായിട്ട് ഈ ഡെവലപ്പേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡെവ്സെക്കോപ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെക്യൂരിറ്റി കൂടുതൽ എൻഹാൻസ് ചെയ്യും. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ ഈ ഡെവ്സെക്കോപ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഓട്ടോമേറ്റ് സെക്യൂരിറ്റി ഹൈജീൻ, ഇതാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒരു കമ്പനിയിൽ ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൊബൈലിലാണെങ്കിലും നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും പാച്ചിങ്ങിനുള്ള ഇങ്ങനെ പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പാച്ച് മാനേജ്മെന്റിനെ ഇങ്ങനെ കമ്പനി ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ സർവീസും, ഇപ്പൊ കമ്പനിയുടെ അകത്തെ കേസാണ് പറയുന്നത്, ഇവിടെ ഇമെയിൽ സെർവർ ഉണ്ടായിരിക്കും. അങ്ങനെ സെർവേഴ്സിനൊക്കെ ഇതുപോലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും. മാനുവലി അത് ചെയ്തു കൊടുക്കാണ്ട് തന്നെ ഓട്ടോമേറ്റ് ആകുമ്പോൾ ഇതുപോലെ ഓരോ ടൈം അനുസരിച്ച് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പാച്ച് മാനേജ്മെന്റ് അപ്പൊ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള വൾണറബിലിറ്റീസ്, എന്തെങ്കിലും ഒരു വീക്ക്നെസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കടന്ന് അത് പ്രൊട്ടക്റ്റ് ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് സിസ്റ്റത്തിന്റെ പാച്ച് മാനേജ്മെന്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറ്റാക്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓട്ടോമേഷൻ ചെയ്യാനായിട്ടുള്ള ടൂൾസ് ആണ് ആൻസിബിൾ, പപ്പറ്റ്, SCCM എന്ന് പറയുന്ന ടൂൾസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുക. സെക്യൂരിറ്റി പാച്ചസിനെ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി അല്ലാതെ, അതായത് ഒരു മാനിന്റെ ആവശ്യമില്ലാത്തതിന് ഓട്ടോമാറ്റിക്കലി ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈംലി ഇത് ഇങ്ങനെ പാച്ച് മാനേജ്മെന്റ് ഓട്ടോമാറ്റ് ചെയ്ത് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ദി നെക്സ്റ്റ് പോയിന്റ് ആണ് എൻഷ്യൂർ റെസിലിയൻസ് ബൈ കൺട്രോളിങ് ആക്സസ് ടു ദ നെറ്റ്വർക്ക്. അതായത് ഇപ്പൊ ഒരു ഫോമർ എംപ്ലോയി, നമ്മളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, നമ്മൾ ആ കമ്പനിയുടെ ആ നെറ്റ്വർക്കിനകത്തുള്ള യൂസർ നെയിം, പാസ്വേഡ്, അതായത് അവരുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുക. ഇപ്പൊ എനിക്ക് വേറൊരു ജോലി കിട്ടി, ഞാൻ റിസൈൻ ചെയ്ത് പോവാണ്. പക്ഷെ ആ നെറ്റ്വർക്കിനകത്ത് കയറാനുള്ള ആക്സസ് അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല, അവർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം ഈ സെൻസിറ്റീവ് ഡാറ്റ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സോക്കാണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോള് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് സീറോ ട്രസ്റ്റ് സെക്യൂരിറ്റി ആണ്. നെവർ ട്രസ്റ്റ്, ഓൾവേസ് വെരിഫൈ. അപ്പോൾ ഈ മുമ്പത്തെ എംപ്ലോയീസിന് ആ ഒരു നെറ്റ്വർക്കിനകത്ത് ലിമിറ്റഡ് ആയിട്ട് ഉള്ള ആക്സസേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ റോൾ ബേസ്ഡ് ആക്സസ് ആയിട്ടുള്ള കൺട്രോൾ ആണ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഉള്ള ത്രെറ്റ്സ് അല്ലെങ്കിൽ സൈബർ ആയിട്ടുള്ള റിസ്ക് ഒന്നും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട്
വരില്ല. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി റിസ്ക് കൂട്ടാനായിട്ടുള്ള ചാൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ആക്സസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, RBAC എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഡിറ്റർമൈൻ ദ കോംപ്ലക്സിറ്റി ഓഫ് ക്ലൗഡ് ആൻഡ് വിർച്വലൈസേഷൻ. അപ്പൊ ഇതിന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ ക്ലൗഡൊക്കെ മിക്ക കമ്പനികളും ക്ലൗഡിലേക്ക് മാറിയിട്ടുണ്ടാവും. സെർവറൊക്കെ ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു ക്ലൗഡിലേക്കാണ് മൂവ് ചെയ്തത്, സെർവർ മൂവ് ചെയ്യുന്നത് ക്ലൗഡിലേക്കാണ്. പക്ഷെ അത് സെക്യൂരിറ്റി ലോഗ്സ് എനേബിൾ ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടില്ല, ക്ലൗഡ് സ്റ്റോറേജ് മിസ്കോൺഫിഗർ ആണ് ചെയ്തതെങ്കിൽ ഹാക്കറിന് നമുക്ക് അതിൽ ഈ ഒരു മിസ്കോൺഫിഗർ ചെയ്ത ക്ലൗഡ് സ്റ്റോറേജിന്റെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ഡാറ്റ ലീക്ക് ചെയ്യും. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ക്ലൗഡ് സെക്യൂരിറ്റി മോണിറ്ററിങ് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ, അതായത് നമ്മളിപ്പോൾ ഒരു സെർവർ AWSലേക്ക് മാറ്റുമ്പോൾ അതിന് കോൺഫിഗറേഷൻസ് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇതുപോലെയുള്ള അറ്റാക്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് CSPM എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്, അതായത് ക്ലൗഡ് സെക്യൂരിറ്റി പോസ്റ്റർ മാനേജ്മെന്റ് ടൂൾസ്. അങ്ങനെ വരുന്ന ടൂൾസ് ആണ് പ്രിസ്മ, ക്ലൗഡ്, AWS ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോൺഫിഗറേഷൻ സ്റ്റോറേജ് കോൺഫിഗർ ചെയ്യാനും അതുപോലെ ഈ സെക്യൂരിറ്റി ലോക്സ് ഒക്കെ എനേബിൾ ചെയ്യാനും സാധിക്കും. അപ്പം ഈ ക്ലൗഡ് സെക്യൂരിറ്റിക്ക് മോണിറ്ററിംഗ് ടെക്നിക്സ് ആവശ്യമാണ്. ട്രഡീഷണൽ IT-ക്കാളും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന IT-നേക്കാളും മോണിറ്ററിംഗ് ടെക്നിക്സ് ഈ ക്ലൗഡ് സെക്യൂരിറ്റിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ടെക്നിക്സ് ആണ് വേണ്ടത്. അപ്പൊ ഈ കോൺഫിഗറേഷൻസ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഈ കോൺഫിഗറേഷൻ മിസ്കോൺഫിഗേർഡ് ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ക്ലൗഡ് സെക്യൂരിറ്റി പോസ്റ്റർ മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് മെയിൻറ്റെയിൻ തേർഡ് പാർട്ടി സെക്യൂരിറ്റി കംപ്ലൈൻസ്. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു റീറ്റെയിൽ കമ്പനി ഒരു തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രോസസ്സർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഈ വെൻഡറിന് ഇതൊരു വീക്ക് സെക്യൂരിറ്റി ആണുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രോസസ്സറിന് ഒരു സെക്യൂരിറ്റി അത്ര നല്ലതായിട്ടല്ല ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാക്കേഴ്സിന് ഇതിന് ആക്സസ് കിട്ടും, അതായത് ക്രെഡിറ്റ് കാർഡ് ഡാറ്റയൊക്കെ അവർ സ്റ്റീൽ ചെയ്യും. അപ്പോൾ സെക്യൂരിറ്റി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സെക്യൂരിറ്റി ഓഡിറ്റ് ഒക്കെ ചെയ്തു നോക്കണം. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഓരോ കമ്പനി ഏത് ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഒരു ബാങ്ക് ആണെങ്കിൽ അതിൽ മണി ട്രാൻസാക്ഷൻ ആണ് ചെയ്യേണ്ടി വരിക. അപ്പൊ യൂസ് ചെയ്യുന്ന കംപ്ലൈൻസ് ആണ്, സെക്യൂരിറ്റി കംപ്ലൈൻസ് ആണ് PCI DSS എന്ന് പറയുന്നത്. GDPR എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, പ്രൈവറ്റ് ഡാറ്റയുടെ പ്രൈവസിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് GDPR. ISO 27001 എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെയുള്ള ഓരോ സെക്യൂരിറ്റി കംപ്ലയൻസസ് ഒക്കെ ഓരോ വെൻഡേഴ്സ് ആയിട്ടും പ്രോപ്പർലി ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുക്കണം. പിന്നെ തേർഡ് പാർട്ടി റിസ്ക് അസസ്മെന്റ്, അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് വെൻഡേഴ്സ് ആയിട്ട് ഓൺബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തേർഡ് പാർട്ടി റിസ്ക് അസസ്മെന്റ് ഒക്കെ പെർഫോം ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തേർഡ് പാർട്ടി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി കുറവാണെങ്കിൽ നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യാനോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം തേർഡ് പാർട്ടി സെക്യൂരിറ്റി കംപ്ലൈൻസ് നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കംപ്ലൈൻസ് ആണ് ISO 27001, GDPR, PCI DSS എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 12th പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ്, സെക്യൂർ ഡാറ്റ ആൻഡ് പ്രൊട്ടക്ട് പ്രൈവസി. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കംപ്ലൈൻസ് ആണ്, പോളിസീസ് ആണ് യൂസ് ചെയ്യുന്നത് HIPAA എന്ന് പറയുന്നത്. ഈ HIPAA യൂസ് ചെയ്തിട്ടാണ് ഇതിലത്തെ പേഷ്യൻസിന്റെ തൗസൻഡ്സ് ഓഫ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ആ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എല്ലാം സേഫ് ആയിരിക്കണം. അതിനകത്ത് ആ ഒരു ഡേറ്റ വേറൊരാൾക്കും അവൈലബിൾ ആവാനായിട്ട് പാടില്ല. അത് ഈ HIPAAയുടെ പോളിസി യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്.
എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും അതിനകത്ത് ഡീറ്റെയിൽസ് അതിന്റെ ഡാറ്റാബേസിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഒരു സെക്യൂരിറ്റി വീക്ക് ആയിട്ടുള്ള സെക്യൂരിറ്റി കൺട്രോൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എല്ലാം ലീക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു ഹിപ്പ റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ മിക്ക ഇങ്ങനത്തെ ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റൽസിനൊക്കെ ഭയങ്കര ഫൈൻ നമുക്ക് കൊടുക്കേണ്ടി മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർക്ക് ഫൈൻ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരാം. ഇങ്ങനെ ഫൈൻ മാത്രമല്ല, ഇപ്പോ നമ്മുടെ ഡീറ്റെയിൽസ് പേഷ്യൻസ് റെക്കോർഡ്സ് ഒക്കെ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ ട്രസ്റ്റും അവിടെ നഷ്ടപ്പെടും. അപ്പൊ സെക്യൂർ ഡാറ്റ ആൻഡ് പ്രൊട്ടക്ട് പ്രൈവസി എന്ന് പറയുന്നതാണ് അടുത്ത ഒരു പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഇതുപോലെ ഡാറ്റ പ്രൊട്ടക്ട് ആക്കി വെക്കാനായിട്ട് ഫസ്റ്റ് ഇതിൽ എൻക്രിപ്റ്റ് ചെയ്യണം. എന്ത് ഡാറ്റയാണോ ഉള്ളത് ആ ഡാറ്റേനെ ഈ ഡാറ്റയെല്ലാം അതിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്തും ഇപ്പൊ ആർക്കെങ്കിലും ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് അയച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ഈ ഡാറ്റയെല്ലാം പ്രോപ്പർലി എൻക്രിപ്റ്റഡ് ആയിരിക്കണം. അതുപോലെ ഡാറ്റ ലോസ് പ്രിവെൻഷൻ പോളിസീസ് അതിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അതിന് ഫൈൻ കിട്ടുന്നത്. മാത്രമല്ല നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ കേസ് ആയതുകൊണ്ട് പേഷ്യന്റ് ആണ്, അവരുടെ എല്ലാം ട്രസ്റ്റ് ആണ് ഇതിൽ നഷ്ടമായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ബെസ്റ്റ് പ്രാക്ടീസ് ഒരു സോക്ക് റൺ ചെയ്യാനായിട്ട് ഉള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഞാൻ ഇവിടെ ഓരോ എക്സാമ്പിളും ഓരോ പോയിന്റ്സും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് കാണാം. ഈ ഫസ്റ്റ് മോഡ്യൂളത്തിൽ ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് സോക്ക് വേഴ്സസ് നോക്ക് എന്ന് പറയുന്നത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.